മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി. റോഡിൽ നടക്കുന്നത് അറ്റകുറ്റപ്പണിയല്ല എന്നും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി നടത്തിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച്. സാലി ചേരുന്നു. സാലി, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞത്? ഷമി, അതായത് ഈ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ 5 ഇടങ്ങളിൽ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ്. 2, 3, 4 മണിക്കൂറുകളാണ് വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. അതായത് ദേശീയപാത നിർമ്മാണവും റോഡുകളുമായി ബന്ധപ്പെട്ട് മുമ്പ് തന്നെ കോടതി ചില കേസുകൾ പരിഗണിക്കുന്നുണ്ട്. അതിൽ ഇന്നത്തെ വന്നത് ഈ ഗതാഗതക്കുരുക്കാണ്. കഴിഞ്ഞ ദിവസം ഇതേ വിഷയം കോടതിയിൽ വന്നപ്പോൾ ദേശീയപാത അതോറിറ്റിയോട് കോടതി പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഗതാഗതക്കുരുക്ക്, ഇങ്ങനെ ജനങ്ങളെ വലയ്ക്കുന്ന ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ എന്തൊക്കെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു റിപ്പോർട്ട് നൽകാൻ NHAIയോട് സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇന്ന് കോടതിയിൽ ആ കേസ് വന്നപ്പോൾ ദേശീയപാത അതോറിറ്റി അതിൽ കൃത്യമായൊരു വിശദീകരണം നൽകിയില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്നു, പരിഹാരം തേടുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴാണ് കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. കോടതി പറഞ്ഞത് ദേശീയപാത അതോറിറ്റിക്ക് തെറ്റുപറ്റി എന്നത് വസ്തുതയാണ്. റോഡിൽ ഇപ്പോൾ നടക്കുന്ന അറ്റകുറ്റപ്പണിയല്ലല്ലോ, ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നടത്തുന്ന നിർമ്മാണമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഒരു മുൻകൂട്ടി പ്ലാൻ വേണ്ടിയിരുന്നു എന്ന വിമർശനമാണ് കോടതി നടത്തിയിരുന്നത്. ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ ദേശീയപാത അതോറിറ്റി പരാജയപ്പെട്ടു. അതുകൊണ്ട് ഈ ഗതാഗതക്കുരുക്കും ഈ ജനങ്ങളെ വലയ്ക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് സംവിധാനം ഒരുക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് വിശദമായൊരു റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ദിവസം ഈ കേസ് പരിഗണിക്കും.